സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് 2025 ദുബൈയിലെ സാമ്പത്തിക തൊഴിൽ മേഖലകളിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അങ്ങോട്ടേക്ക് തൊഴിലിനായും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിസിറ്റിങ്ങിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയായിരിക്കും 2025 സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലഘുവിവരണം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡാനന്തരം സാമ്പത്തിക മാന്ദ്യം രണ്ട് മേഖലകളെയും ബാധിച്ചു. എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ ബാധിച്ച പോലെ തന്നെ UAEയും ദുബൈയെയും അത് ഇരട്ടാഘാതമാണ് ഉണ്ടാക്കിയത്. 2019 കോവിഡ് മൂലമുണ്ടായ തകർച്ചയും എണ്ണവില ഇടിവും ഒക്കെ ഉണ്ടാക്കിയ സാമ്പത്തികമായിട്ടുള്ള തകർച്ച സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകം സെൻസിറ്റീവാക്കുകയാണ് ഉണ്ടായത്. അബുദാബി ഒരു പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യമാണെങ്കിൽ ദുബായ് ടൂറിസത്തെയും റിയൽ എസ്റ്റേറ്റ് മേഖലയുമാണ് ആശ്രയിക്കുന്നത്. പാൻഡമിക്കിൻ്റെ വ്യാപനം തടയാൻ വേണ്ടി യാത്രകൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെയാണ് സാമ്പത്തിക മാന്ദ്യം ഗുരുതരമായത്. അന്നുണ്ടായ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും പല ഗൾഫ് രാജ്യങ്ങൾക്കും കരകയറാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തിക മാന്ദ്യം കാരണം കമ്പനികൾ പൂട്ടിപ്പോവുകയും നിലവിലുള്ളവ ജീവനക്കാരെ കുറയ്ക്കുകയും ബാക്കിയുള്ളവ ജീവനക്കാരുടെ സാലറി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആകയാൽ തന്നെ ജോബ് മാർക്കറ്റ് വളരെയധികം ഡൗൺ ആയിരുന്നു, ദുബായിൽ പ്രത്യേകിച്ച്. എന്നാൽ 2025 കാര്യങ്ങൾ മാറിമറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം UAEയുടെ GDP 5% വർദ്ധിക്കുമെന്ന് UBS പ്രവചിക്കുന്നു. UAE ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടത്തിൻ്റെ വക്കിലാണ് എന്നാണ് അവർ പറയുന്നത്. അത് മുതലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ മേഖലയിലെ ചലനാത്മകമായ മാറ്റങ്ങൾ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് താനിത് പറയുന്നതെന്നാണ് മൈക്കൽ ബോളിവർ പറയുന്നത്. അദ്ദേഹമാണ് UBSന് വേണ്ടി ഈ പഠനം നടത്തിയത്. ഇത് വെറും ശുഭാപ്തി വിശ്വാസമല്ല, മറിച്ച് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രവചനവുമായി പൊരുത്തപ്പെടുന്നു. ഇത് UAEയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ ഉയർച്ചയുടെ പാതയെ സൂചിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നത് അവസരങ്ങളുടെ ഒരു കൊടുങ്കാറ്റിനെ കുറിച്ചാണ്. ആഗോള സാമ്പത്തിക വ്യതിയാനങ്ങൾ, ഒപെക്കിൻ്റെ സ്വാധീനം, ചൈനയുടെ നയനീക്കങ്ങൾ, കൂടാതെ US ഫെഡിൻ്റെ സാധ്യതയുള്ള ലഘൂകരണം, പറഞ്ഞ അന്തർദേശീയവും ആഭ്യന്തരവുമായ സാഹചര്യങ്ങൾ മൂലം തുറന്നു കിട്ടുന്ന വളർച്ചയുടെ ഗുണഭോക്താവാകാൻ UAE തയ്യാറായി കഴിഞ്ഞു. തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തേണ്ട സമയമാണിതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവസരങ്ങളുടെ വാതിൽ അടയുന്നില്ല, മറിച്ച് കൂടുതൽ തുറക്കപ്പെടുകയാണ് 2025 എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു വാർത്തയാണ്.